ആർജയും മിമിക്രിയും എല്ലാം കൂടെ ഉള്ള പ്രതീക്ഷിൻ്റെ അടുത്ത് അതിൻ്റെ ഈ മിമിക്രിയുടെ തുടക്കവും പിന്നെ ഈ ശബ്ദലോകത്തേക്കുള്ള യാത്രയും. മിമിക്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ ബി ഫ്രാങ്ക് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. നമുക്ക് എല്ലാവരും പുറകോട്ട് മാറി നിൽക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല, എല്ലാവർക്കും മുന്നോട്ട് ആളാവുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആക്ച്വലി ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് ഞാനും പാടും, പക്ഷെ നമുക്ക് പാടും പ്രൈസ് കിട്ടില്ല. പാടുപെടും അത് കിട്ടാതെ പ്രൈസ് കിട്ടാതെ ഒരുപോലെ പാടിയാലും പ്രൈസ് വരുമ്പോൾ ഒന്നെങ്കിൽ നന്നായിട്ട് പാടിയാൽ ഫസ്റ്റ് പ്രൈസ് രണ്ടുപേർക്കും ഒന്ന് വീതിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇതായി ക്രൈസായി, എന്നാൽ ഒരു പ്രൈസ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് മേടിക്കണം. അങ്ങനെ നോക്കിയപ്പോഴാണ് മിമിക്രി എന്നുള്ള ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞത്. അങ്ങനെ ശബ്ദാനുകരണം തുടങ്ങി. അത് കഴിഞ്ഞ് കോളേജ് വന്നപ്പോഴത്തേനും കോളേജിലും അത്യാവശ്യം കലാലയ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ കുട്ടികളെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് ഈ പറയുന്ന മിമിക്രിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണെന്ന് കണ്ടപ്പോൾ മിമിക്രി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കലോത്സവത്തിന് ഇത് യൂണിവേഴ്സിറ്റി കലോത്സവം വന്നപ്പോൾ പേര് കൊടുത്തു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു നീ പഠിക്കാതെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു. പക്ഷേ ഉള്ളുകൊണ്ട് അവർക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പോയി ഈ MG യൂണിവേഴ്സിറ്റി കലോത്സവം 2003 ബൈക്കിൽ വെച്ച് നടന്നപ്പോൾ അവിടെ ചെയ്തപ്പോൾ ഞാൻ പോലും അറിയാതെ എനിക്കൊരു പ്രൈസ് കിട്ടി. നമ്മൾ ലോട്ടിടുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, 36 പാർട്ടിസിപ്പൻസ് ആയിരുന്നു അന്നുള്ളത്. അപ്പോൾ അതിലും ഈ 36 പേരിൽ ലോട്ടിട്ടപ്പോൾ എനിക്ക് കിട്ടിയത് 34ാമത്തെ നമ്പറാണ്. അപ്പോൾ അറിയാലോ ഒരു മിമിക്രി എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ എല്ലാവരും അങ്ങ് ചെയ്ത് വരും. അങ്ങനെ വന്നിട്ട് അവസാനം ഈ 36ാമത് വരുമ്പോഴും അവർക്കും ചെയ്യാനുള്ളത് വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഈ 34ാമത്തെ നമ്പറുമായിട്ട് ഞാൻ വന്നപ്പോൾ ആൾക്കാരൊക്കെ ഇതെല്ലാം കണ്ടിങ്ങനെ എന്ത് ചെയ്താലും ഇങ്ങനെ ഇരിക്കുക, ഇറത്തിരിപ്പിച്ച പോലും അനങ്ങില്ല, അങ്ങനെ ഇരിക്കുക. ആ ഒരു അവസരം ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് 36 പേരുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ലോട്ടിട്ടപ്പോൾ എനിക്ക് 34ാമതാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന പല കാര്യങ്ങളും എന്നെ മുന്നേറെ വന്ന ആൾക്കാർ ചെയ്തു പോയി. അപ്പോൾ ഞാൻ ചില സംഗതികൾ ചെയ്യും, എന്തായാലും വന്നതല്ലേ ചെയ്യും. നല്ലതാണെങ്കിൽ കൈയടിക്കണം, ചീത്തയാണെങ്കിൽ കൂവണം, വെറുതെ അനങ്ങാതിരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഞാൻ ഇറങ്ങി. അന്ന് ഞാൻ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു തിരക്കിലൊക്കെ അങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോലും അറിയാതെ ഒരു പ്രൈസ് എനിക്ക് വന്നത്. അപ്പോൾ എനിക്ക് അന്നങ്ങനെ പ്രൈസ് കിട്ടി. അതാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ. പിന്നെ അത് പ്രൈസ് കിട്ടിയപ്പോൾ പത്രത്തിലൊക്കെ വന്നു, പടമൊക്കെ വന്നപ്പോഴത്തേനും നമ്മുടെ നാട്ടിലും വീട്ടുകാരും ഒക്കെ കുഴപ്പമില്ല, ചെറുക്കൻ മോൻ്റെ പടം പത്രത്തിലൊക്കെ വന്നു. പിന്നെ അവരൊരു സൈലൻ്റായി. നമ്മൾ പിന്നെ പയ്യെ കോളേജ് പഠിക്കുന്ന ടൈമിൽ തന്നെ പയ്യെ മിമിക്രി കളിക്കാനായിട്ട് പോയി, പ്രൊഫഷണൽ കളിക്കാൻ തുടങ്ങി. പിന്നെ പയ്യെ അങ്ങ് കളിച്ചു വന്നു. അതിനുശേഷം റേഡിയോയിലേക്ക് വന്നത് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നാട്ടിൽ FM വന്ന സമയത്ത് ഒരു റെഡ് FM ഇല്ലേ, അതിലേക്കൊരു വേക്കൻസി ഉണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. ഒരു സുഹൃത്ത് മുഖേനയാണ് ചെന്നത്. അവിടെ ചെന്ന് വോയിസസ് എല്ലാം കഴിഞ്ഞു അവരെടുത്തു. അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇവിടെ ഈ ഗൾഫ് മണ്ണിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഗൾഫിലൊക്കെ ഈ മിമിക്രി കളിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പൊതുവെയുള്ള ആഗ്രഹമാണ് ഒരു ഗൾഫ് ട്രിപ്പ് പോകാന്നുള്ളത്. കാരണം പലവട്ടം പലരുടെയും പാസ്പോർട്ടൊക്കെ മേടിച്ച് പലരും കൈവച്ചു. 2004 പിന്നെ വന്നില്ല. അത് ഒരു ഞാനും മറ്റേ നെൽസൺ ഇപ്പോൾ ഉള്ള നെൽസനും കൂടി ഒരു ഷോയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ സ്പോൺസർ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. കാര്യം ഫസ്റ്റ് ഷോ നോക്കും, അത് കൊള്ളില്ല എന്നെങ്കിൽ നാളത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വിടും. കാര്യം ഞങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു ഫസ്റ്റ് ഷോ. അങ്ങനെ 1 മാസം ഇവിടെ പല സ്റ്റേജുകളായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഖത്തറിൽ പോയി, ഖത്തറിൽ ചെയ്തു. വീണ്ടും ദുബൈയിൽ തിരിച്ചു വന്ന് കുറച്ച് ഷോ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ പോയി. അതായിരുന്നു. അതോടുകൂടി ഞാൻ ഏകദേശം നാട്ടിൽ അപ്പോഴേ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഹൈദരാബാദ് പോയി, അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്തു. അവിടെ നേരെ ദുബൈയിലോട്ട് വന്നു ജോലി. ഈ യാത്രക്കിടയിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് തുടക്കത്തിൻ്റെ കാര്യം, അതും അതിനോടൊപ്പം ഈ മിമിക്രി ചെയ്ത് ചില താരങ്ങളുടെ ലുക്ക് നമുക്ക് അങ്ങനെ ആയിപ്പോവും. പിന്നെ എന്ത് ചെയ്താലും അത് മാറത്തില്ല. ചുമ്മാ നടക്കുമ്പോഴൊക്കെ അവരെ പോലെയൊക്കെ നടക്കാൻ തുടങ്ങും. എസ്പെഷ്യലി ഇപ്പോൾ ജഗദീഷ് ചേട്ടനെയോ അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ നടക്കുമ്പോൾ തന്നെ ഇത് മിമിക്രി ചെയ്യുന്ന ആളായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ആവാറുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. എൻ്റെ വീട്ടിൽ വെളി എവിടെയും വിടത്തില്ല. പക്ഷെ എൻ്റെ വീടെന്ന് വെച്ചാൽ ഒരു 5 അമ്പലത്തിന് ചുറ്റുമാണ്. എൻ്റെ വീടിന് ചുറ്റും 5 അമ്പലമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ആകപ്പാടെ കിട്ടുന്നത് സ്വാതന്ത്ര്യം രാത്രി പോകാൻ പറ്റുന്ന ഈ അമ്പലത്തിൽ ഉത്സവ സമയത്താണ്. അപ്പോൾ കുഞ്ഞിൽ തൊട്ടേ ഈ ഒരു രാത്രികൾ 10 ദിവസത്തെ ഉത്സവം 10 ദിവസം ഒന്ന് ആസ്വദിക്കുക പരിപാടി. അപ്പോൾ ആ കാലഘട്ടത്തിൽ നാടകം, കഥാപ്രസംഗം മാത്രമേ ഉള്ളൂ, ഒരു മിമിക്രിയിൽ എത്തിയിട്ടില്ല. അങ്ങനെ അവിചാരിതമായിട്ടാണ് ഞാൻ എൻ്റെ വീടിനടുത്ത് അമ്പലത്തിൽ പ്രോഗ്രാമിന് പോയപ്പം ആദ്യമായിട്ട് കൊച്ചിൻ ഹരിശ്രീ എന്നൊരു വലിയ സമിതി എത്തുക.
ഇന്നത്തെ സൂപ്പർ താരങ്ങൾ അന്ന് മിമിക്സിൽ സ്റ്റേജിൽ മിന്നി മറിയുക. ഇത് കണ്ട് വല്ലാത്തൊരു ആവേശം ഒക്കെ തോന്നിയിട്ട് ഞാൻ ആ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുകയും പിന്നീട് സ്കൂളിൽ പോയി ഇതൊക്കെ കാണിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അറിയാതെ ഞാൻ തന്നെ തിരിച്ചറിയുന്നു എൻ്റെ ഒരു ചെറിയ കലയുടെ അംശം ബാക്കിയുണ്ടത്. പിന്നീട് അങ്ങനെ മത്സരിക്കാൻ പോവുകയും സ്കൂളിൽ സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തു. സ്കൂൾ കഴിഞ്ഞ് കോളേജ് എത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു ആ സമയത്ത് 90 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ ഒരു താരമാകുക എന്നുള്ളതാണ്. അതൊരു സ്വപ്നമായി മാറി. യൂണിവേഴ്സിറ്റി വിന്നർ. കാര്യം ഈ അമ്പലപ്പറമ്പുകളിൽ ഈ ഒരു പിന്നെ അമച്വർ വേദി, പ്രൊഫഷണൽ കഴിഞ്ഞാൽ പിന്നെ അമച്വറായിട്ട് തിളങ്ങുന്നതെല്ലാം അടുത്തായിട്ട് യൂണിവേഴ്സിറ്റി തലങ്ങൾ അവതരിപ്പിക്കുന്ന മിക്സ്. ഇത് കേൾക്കുമ്പോൾ ഒരു 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 ഹരം, അങ്ങനെ ഡ്രീമായി. ഇതായിരുന്നു ഡ്രീം, യൂണിവേഴ്സിറ്റി താരമാകുക. അങ്ങനെ SN കോളേജിൽ കൊല്ലം SN കോളേജിൽ ഡിഗ്രി ജോയിൻ ചെയ്തു. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ഒരു താരമുണ്ട്. നമ്മുടെ മഹാനടനായ തിലകൻ സാറിൻ്റെ മകൻ ശോഭി. അപ്പോൾ ശോഭി എന്ന താരമാണ്. അപ്പം ശോഭി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഞാനന്ന് പ്രീ ഡിഗ്രിക്കാരനാണ്. അപ്പോൾ 1ാം വർഷം, 2ാം വർഷം, 3ാം വർഷം എല്ലാം ശോഭി തന്നെ 1ാം സമ്മാനം വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. ഞാനൊരു കാഴ്ചക്കാരനെ അപ്പോൾ നോക്കി നിൽക്കുന്നു, മത്സരിക്കാൻ പോലുള്ള ഒരു ധൈര്യമില്ല. അപ്പം ഞാൻ തീരുമാനമെടുത്തു ഈ താരങ്ങളില്ലാത്ത കോളേജിൽ പോവാം. അപ്പം മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജമാവല്ലോ. കൂടാതെ അന്ന് കൊല്ലത്ത് വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് നടക്കുന്നത്. ആ യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ ഇങ്ങനെ ഈ ഫെസ്റ്റിവൽ കഴിയുമ്പോഴത്തേക്ക് മത്സരത്തിൽ ഫസ്റ്റ് ഇട്ട് എന്നെ മാത്രം കാണിക്കും. അപ്പോൾ കാണിച്ചപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ എത്തുന്നു, ജോസഫ് വിൽസൺ. അപ്പോൾ അദ്ദേഹം ഒരു ഭയങ്കര താരമായിട്ട് സ്റ്റേജിൽ കയറി ഇതെല്ലാം അവിടെ കണ്ടപ്പോൾ ഞാനൊരു ഭ്രാന്തമായ അവസ്ഥയിലെത്തി. ഈ യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി 4 വർഷം സമ്മാനം വാങ്ങിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ എങ്ങനെയും പ്രീ ഡിഗ്രി കഴിയുക വേറൊരു കോളേജിൽ പോകാനായി. അങ്ങനെ ഞാൻ വേറൊരു കോളേജിൽ എത്തിപ്പെട്ടു, കൊല്ലം TKM കോളേജ്. TKM കോളേജിൽ എത്തിപ്പെട്ടപ്പോഴത്തേക്ക് അവിടെയും താരങ്ങളുടെ പ്രളയമാണ്. ഇന്ന് മിമിക്രിയിലും ഒക്കെയുള്ള രഞ്ജിത്ത്, ഇദ്ദേഹം ഒക്കെ താരം. ഞാൻ ലൈൻ മാറ്റി ചവിട്ടി, മിമിക്രി വേണ്ട, മോണോക്കിലേക്ക് തിരിയാം. കാരണം ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അല്ല, അതല്ല, ആദ്യം നമ്മൾ ഭയങ്കര ശത്രുക്കളായിരുന്നു കോളേജിൽ. കാര്യം എന്നെ സഫീറിനെ പരിചയപ്പെടുന്ന എൻ്റെ ഒരു നാട്ടുകാരനാണ്, ഒരു മിമിക്രിക്കാരനുണ്ടെന്നും പറഞ്ഞ് അന്ന് ഇവർ ചെറുതായിട്ട് സ്റ്റേജിൽ ഇവരൊരു പ്രൊഫഷണൽ കണക്കുറണ്ണ കൊണ്ടുപോയി കളിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലൊരു ഞങ്ങൾ 3 പേര് ചെയ്യുന്ന സ്റ്റേജിൽ കളിക്കുന്നത്. പക്ഷേ ഇവർ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ നമ്മുടെ അൻസാർ ലോഡ്ജിൽ നാടകത്തിൻ്റെയൊക്കെ ഏരിയ ആണല്ലോ അൻസാർ ലോഡ്ജ്, കൊല്ലം അൻസാർ ലോഡ്ജ് ഒരു മെയിൻ ബുക്കിംഗ് ഒരു സെയ്ദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാൾ, ആളെ നമ്മളോട് പഠിക്കുക. അപ്പോൾ പുള്ളിയുടെ ട്രൂപ്പിൽ എവരൊക്കെ കളിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ സജാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമുക്ക് അയാളെ കൂടെ വിളിക്കാം. അപ്പോൾ ഞാൻ കണ്ട കൊള്ളത്തില്ല, എനിക്ക് പറ്റത്തില്ലല്ലോ. കാര്യം ഇവർ എങ്ങനെ ഓവർടേക്ക് ചെയ്യും? കാരണം ഇവരൊക്കെ കളിച്ച് വന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി സമ്മാനം വാങ്ങിക്കാൻ പറ്റും. ഒടുവിൽ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ബോൺ ആർട്ടിസ്റ്റുകളാണ്. മിമിക്രിക്ക് വേറൊരു സ്റ്റഫ് കാണും. എനിക്ക് അനുകരിക്കാൻ പറ്റുമെങ്കിലും എവരെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും സജാദിൻ്റെ മനസ്സിലില്ല. സജാദിനെക്കാട്ടിലും താരമൊരു രഞ്ജിത്തുണ്ട്, ബാങ്കർ അദ്ദേഹം. അപ്പോൾ അവർ മിമിക്രി. അപ്പോൾ ഞാൻ ആ തലം വിട്ടു, മിമിക്രിക്ക് പോട്ടെ, ഞാൻ മോണോക്കിൽ എത്തിപ്പെട്ടു. അങ്ങനെ കോളേജിൽ എൻ്റെ പ്രതീക്ഷ ഈ കോളേജിൽ ഫസ്റ്റ് കിട്ടുന്നൊരു യൂണിവേഴ്സിറ്റി പോകുമല്ലോ. അപ്പോൾ കോളേജിൽ ഫസ്റ്റ് ഇവർ 2 പേരിൽ ഇദ്ദേഹത്തെക്കാട്ടിലും സ്മാർട്ടായിട്ട് ചെയ്യുന്ന 50ഓളം സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ രഞ്ജിത്ത് ഫസ്റ്റ് കിട്ടും, മോണോയിറ്റിന് മത്സരിക്കാൻ ആൾ കുറവാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ഉറപ്പിച്ചു, അത്യാവശ്യം കാണിക്കും, ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഞാനും രഞ്ജിത്തൂടെ ആയിരിക്കും പോകുന്നത്, രഞ്ജിത്തോട് കൂടുതൽ അടുക്കാം, അദ്ദേഹം താരമാണല്ലോ. അപ്പോൾ അതായിരുന്നു തുടക്കം. അതായിരുന്നു തുടക്കം. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മെമിക്രി ലോകത്തെ താരങ്ങൾ, മോണോ ആക്ട് ലോകത്തെ താരങ്ങൾ, അല്ലെങ്കിൽ ചാക്യാർ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി എല്ലാം നിൽക്കെ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചാണ്. ഇവിടുത്തെ ഗൾഫിലെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള താരങ്ങൾ ഇവിടെ വരുന്നു. ശരിക്കും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇവിടെ പരിഗണന ലഭിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഒരു അനുകരണ കലയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ സാധിക്കാൻ പറ്റുന്നുണ്ട്? കുറവാണ്. കാരണം നമുക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ഷോക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക ഇതുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇവിടെ ഒരു ധാരണ, നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു താരം വന്ന് ഷോ ചെയ്തെങ്കിൽ ആ ഒരു ഷോ ഒരു പ്രൗഢഗംഭീരമാകും എന്നൊരു വിചാരമുണ്ട്. അപ്പൊ നിങ്ങളുടെ അവസരം അവരെ അപഹരിക്കുന്നു എന്നല്ല, വേറൊരു പ്രശ്നമുണ്ട്. അവര് നാട്ടിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്പൊ സജാദ്ക്കയുടെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ അവര് കുറച്ച് ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാർ വരികയാണ്, അവരുടെ അടുത്ത് പറയും ഇവര് ഇവിടെയാണോ, ഇവരിവിടെയാണ്, പക്ഷെ ഇവരിവിടെ ഷോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്ന് അങ്ങോട്ട് പറയും. കാരണം അവർക്കൊരു ഭയമാണ്. കാരണം ഇൻ കേസ്
നമ്മളെങ്ങാനും അങ്ങോട്ട് കയറി പോവാണ്. അതല്ല, ഇവിടെ പൊതുവെ സ്പോൺസേഴ്സിനൊക്കെ ടിക്കറ്റും കൊടുത്ത് ഹോട്ടലെടുത്ത് റൂം എടുത്ത് താമസിച്ച് വന്ന് വൈകുന്നേരം വന്ന് സ്റ്റേയിൽ കയറുന്ന ആർട്ടിസ്റ്റുകളോടാണ് ബഹുമാനമെന്ന് തോന്നുന്നു. അല്ല നമ്മൾ ബെഡ് സ്പേസിൽ നിന്ന് വന്ന് ഇവിടെയുള്ള പഴയ കലാകാരൻ കളിക്കുന്നതോട് വലിയ താല്പര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അബുദാബിയിൽ ചില ഷോക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എവിടെയാണ്, നാട്ടിലെവിടെയാണ്. ഞാൻ പറയും അബുദാബിയിലൊക്കെ കളിക്കാറുണ്ട്. അപ്പൊ അവര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇന്നലെ വന്നതാണ്, ചുമ്മാ പറയുന്ന ഇന്നലെ വന്നതാണ്, മറ്റന്നാൾ പോകും. അപ്പൊ അവര് ഭയങ്കര ഹാപ്പി ആയി, അവർക്ക് ഭയങ്കര നാട്ടിൽ നിന്ന് വന്ന കലാകാരനായി. അപ്പൊ ഹാപ്പി ആയി. പ്രോഗ്രാം കാണുമ്പോഴും അവരെ മനസ്സിൽ അതാണ്, നാട്ടിൽ നിന്ന് വന്നാണ്, ഇന്നലെ വന്നാണ്, ആ ചാക്കേര ഇന്നാളെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ചില ആളുകളുണ്ട് അവർക്ക് ചിലപ്പോൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ട് അവർ പറയും അങ്ങനെയാണെങ്കിൽ നമ്മളപ്പോൾ ഇങ്ങനെ തിരക്കും പറയും, നമ്മളിങ്ങനെ ഷോ ചെയ്ത് ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ട്, ഒരു ട്രൂപ്പൊക്കെ ഉണ്ട്. ആണല്ലേ, അപ്പോൾ എത്ര രൂപയാവും? നമ്മളിങ്ങനെ പറയും ഇത്ര രൂപയാവും. അത് ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ പറയും അല്ല, ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ അവർക്ക് ഇത് എയർ ടിക്കറ്റ് കൊടുക്കണം, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഇത് ഒന്നും വേണ്ട, ഞങ്ങൾ ചെയ്യുന്ന ഷോ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അവർ പറയും അല്ല അതെന്നാലും നമുക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറയും അപ്പം നമുക്കറിയാം, കാരണം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ നമ്മളെ ഒന്ന് സമീപിച്ചത്. നമ്മൾ ചെയ്യും, ഷോ ചെയ്യുമ്പോൾ അവർ പറയും നന്നായിരുന്നു കേട്ടോ, നിങ്ങളുടെ ഷോ കുഴപ്പമില്ലായിരുന്നു, കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ടീമിനെ കൊണ്ട് ചെയ്തിട്ട് ഇത്രയും ശരിയായില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ അപ്പം നമ്മൾ തന്നെ ഇപ്പൊ തന്നെ ഓപ്പണിംഗ് പറയാറുണ്ട്. അല്ല, ഇതിലെനിക്ക് ബലമായ സംശയം വരുന്നതെന്ന് പറഞ്ഞാൽ സഫീറിന് നിങ്ങൾ അവസരം കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. അല്ല ഇപ്പൊ കാണുന്നില്ല, ബിക്കോസ് നിങ്ങൾ 3 പേരും കൂടെ സംസാരിക്കാൻ പോലും അതായത് അവിടെയും പോയി അവസരം ഫുൾ ടൈം മസിലാണ്. ഇത് മസിൽ വിട്ട് നമ്മളെ കൂടെ നമ്മളെ ലൈനിൽ വരണ്ടേ, എന്നാലും ഇത് പിടിച്ചെടുക്കാൻ അബുദാബി പ്രോഗ്രാം കേട്ടില്ലേ? എന്റെ അവസാനം കേട്ടില്ലല്ലോ. ഹോസ്പിറ്റലായിരുന്നു. ഒന്നുമില്ല, ചുമ്മാ പറയുന്നത്. ഇതാണ് ഞാൻ പറയിക്കാത്തത്. ചാക്യാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന ആൾക്കാരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി അടിമടിക്കല്ല, വിളിച്ചു വരുത്തി ഓരോ ഡയലോഗ് അങ്ങ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നാട്ടുകാർക്കറിയാം. അപ്പൊ അതല്ല സംഭവിച്ചത്. അത് യഥാർത്ഥത്തിൽ ക്രിസിന് അനുഭവം ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. നമ്മളൊരു വേദിയിൽ അങ്ങനെ നിന്ന് പരിപാടി ക്രിസ് അതുവഴി അങ്ങനെ പോവാ. അപ്പൊ ഞാൻ പറയാ എവിടേക്കാണ് ഇങ്ങനെ പോണത്, നമ്മുടെ ക്രിസോട്ടോ ഇങ്ങോട്ട് വരിക. റോളെല്ലാം വെച്ച് കാണുമ്പോൾ ആൾക്കാർ വിളിക്കും. അല്ല, ആ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തലയിലെ കിരീടവും ആ വേഷമൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പാടാണ്, അങ്ങനെ രക്ഷപ്പെടുന്നു. അല്ല, വേറൊരു കേസുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച ഫ്രൈഡേ ഞങ്ങളൊരു ഷോ ചെയ്തപ്പോൾ നമ്മളിപ്പോ ഒരാളെ ഒന്ന് തോണ്ടും ചാക്യാരാണെന്ന് പറഞ്ഞ് എന്താ തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ, നിങ്ങളെന്താ ഇരിക്കണേ, നല്ല വെട്ടടിക്കണം, ഞാൻ ചാക്യാർ ചെയ്തല്ല അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ ഇങ്ങനെ പുള്ളി പറഞ്ഞു ഈ ആള് ആദ്യമൊക്കെ എല്ലാവരും ഭയങ്കര ചിരി. അപ്പൊ ഒരാളെ കളിയാക്കുമ്പോൾ മറ്റൊരാളെ പറയുമ്പോൾ അത് ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ സ്വന്തമായിട്ട് പറയുമ്പോഴത്തേനും ഇങ്ങനെ നോക്കും. അപ്പൊ ആദ്യം പുള്ളി ഇങ്ങനെ ഇരുന്ന് പിന്നെ ഈ ചാക്യാർ കയറി അങ്ങ് തോണ്ടുക. അവസാനം ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ തലയെ കെട്ടി പുറകെ നിൽക്കുക, ചാക്യാരാ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നിട്ട് പുള്ളി തമാശക്ക് പറഞ്ഞ് അടിക്കാൻ നിൽക്കുക ഞാൻ, അത് കിട്ടിയാൽ ചിലപ്പോ. കാരണം ചില ആൾക്കാർ എങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ആ പ്രതീക്ഷ ആ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷവും ഇതേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഞാനിപ്പോ സജാദ് മച്ചാനെ കളിയാക്കുകയാണെങ്കിൽ സജാദിനേക്ക് അത് വിഷമായി തോന്നും, അല്ലെങ്കിൽ സജാദിക്കൊക്കെ അത് കൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ കളിയാക്കിയത് ഏറ്റു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും അത് കഴിഞ്ഞിട്ടാണ് റോളയിൽ ഇങ്ങ് വരിക, റൂം വിളിച്ചിട്ട് നല്ല കൊടുത്തു. രാജംബിദേവ് ഒരു സിനിമയിൽ ഇതുപോലെ പറയുന്നുണ്ട്, കണ്ടിട്ടില്ലേ? ഇങ്ങനെ വേദിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോ അവൻ വേഷം അയച്ചു കഴിഞ്ഞാൽ 2 അവനും കൊടുത്തേക്ക്. പ്രവാസ ലോകത്തെ ഈ പ്രതിഭകളുമായുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച സാൻ 40 ടോക്കിൽ നമുക്ക് വീണ്ടും കാണാം.